മലയാളിയുടെ പ്രിയ നടൻ മമ്മൂട്ടി മടങ്ങിവരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായി മാറി. ലോകം എമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു. ദൈവമേ നന്ദി എന്നാണ് നിർമ്മാതാവും മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തുമായ ആൻഡ്രോ ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മമ്മൂട്ടി. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ്. നവമി, മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം, സിനിമ ആരാധകരെ, മമ്മൂട്ടി ആരാധകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസവും സന്തോഷവും പകരുന്ന വാർത്തയാണ്. എന്തൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തും സന്തത സഹചാരിയും നിർമ്മാതാവുമായിട്ടുള്ള ആൻഡ്രോ ജോസഫ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ദൈവത്തിന് നന്ദി എന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു ഇടവേള കുറച്ച് നാളുകളായി നമ്മുടെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി ചില ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഈ സിനിമയിൽ നിന്നും ഒന്ന് വിട്ടുനിന്നിരുന്നു. അദ്ദേഹം ചെയ്തു വെച്ചിരുന്ന പല പ്രൊജക്ടുകളും പാതി വഴിയിൽ നിർത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ചെന്നൈയിലേക്ക് മാറിയത്. ഇപ്പോഴെന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സയുടെ ടെസ്റ്റുകളുടെ ഫലം വന്നിരിക്കുന്നു. അതിലെല്ലാം നെഗറ്റീവ് തന്നെയാണ്. അദ്ദേഹത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി കുറച്ച് നാളുകൂടി റെസ്റ്റ് വേണ്ടിവരുമെന്ന് മാത്രമാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ചെയ്യാനുള്ള പുതിയ പ്രോജക്റ്റുകളിലേക്ക് വീണ്ടും സജീവമാകും എന്നാണ് അറിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ്, അധികം അദ്ദേഹം സജീവമായിരുന്നില്ല. ഈ അടുത്ത അമ്മയുടെ തെരഞ്ഞെടുപ്പിനും അദ്ദേഹം എത്തിയിരുന്നില്ല. ഒപ്പം അദ്ദേഹത്തിന്റെ പ്രിയ ഗുരുനാഥനായിട്ടുള്ള MK സാനുമാഷ് മരിച്ചപ്പോഴോ VS മരിച്ചപ്പോഴോ ഒന്നും തന്നെ അദ്ദേഹത്തെ കണ്ടിരുന്നില്ല. സാധാരണ ഈ ഇടങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം സജീവമാകുന്ന ആളാണ്, അവർക്കൊക്കെ വേണ്ടി വരുന്ന ആളാണ്. പക്ഷേ ഈ അടുത്തിടയ്ക്കായി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം കുടുംബവുമായി ചെന്നൈയിൽ തന്നെയായിരുന്നു താമസം. അവിടെ വെച്ചായിരുന്നു ചികിത്സയും മറ്റ് കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. വിദേശത്ത് നിന്നുള്ള ഒരു വിദഗ്ധ ഡോക്ടർ തന്നെ എത്തിയാണ് അദ്ദേഹത്തെ ചികിത്സിക്കുകയും അദ്ദേഹത്തിനുള്ള വേണ്ട വിശ്രമവും എല്ലാം നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും അതിനൊക്കെ ഒരു വിരാമമായിരിക്കുകയാണ്. കുറച്ചു നാളുകൂടി മമ്മൂട്ടിക്ക് ഒരു റെസ്റ്റ് വേണ്ടിവരും. അതിനുശേഷം അദ്ദേഹം വീണ്ടും സിനിമയിലേക്ക്, മലയാള സിനിമയിൽ സജീവമാകുമെന്നാണ് അദ്ദേഹത്തുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ വ്യക്തമാക്കുന്നത്. എപ്പോഴും നമ്മൾ അദ്ദേഹത്തിന്റെ സ്റ്റൈലിനെ കുറിച്ച്, പ്രായത്തെ വെല്ലുന്ന സ്റ്റൈലിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഈ ന്യൂജൻ കുട്ടികളെക്കാൾ അദ്ദേഹം ആ കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിരുന്ന ആളാണ്. ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിശ്രമം നമ്മളെയൊക്കെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തിയിരുന്നു, വലിയ വിഷമം ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ തിരിച്ചുവരവെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ കളങ്കാവലിന്റെ ഒക്കെ പുതിയ പോസ്റ്ററൊക്കെ റിലീസായിരുന്നു. അതിലൊക്കെ ഈ പ്രാർത്ഥനയൊക്കെ കാണുന്നുണ്ടായിരുന്നു അല്ലേ? അതെ അശ്വതി, കാരണം മലയാളത്തിന്റെ നമ്മൾ ഇപ്പോഴും പറയുന്ന മലയാള സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട പേര് മമ്മൂട്ടി, മോഹൻലാൽ എന്നാണ്. അത് കഴിഞ്ഞിട്ടേ നമ്മൾ മറ്റു നടന്മാരെ കുറിച്ചോ ഒക്കെ സംസാരിക്കുകയുള്ളൂ. അത്രയേറെ മലയാളി പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടിയും. അതിൽ മമ്മൂട്ടിയാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രായത്തെ പോലും അവഗണിച്ചുകൊണ്ടുള്ള ഇപ്പോഴത്തെ കുട്ടികളുമായിട്ട് മത്സരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മമ്മൂട്ടി. അദ്ദേഹത്തിന്റെ സ്റ്റൈലിലായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ആരോഗ്യകാര്യം, അദ്ദേഹത്തിന്റെ സൗന്ദര്യ പരിപാലനം, ഇതെല്ലാം തന്നെ എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഒരു പുതിയ സ്റ്റൈലിൽ ഒരു ഫോട്ടോ ഇട്ട് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ മില്യൺ ലൈക്കുകളും ഷെയറുകളുമാണ് ഉണ്ടാകുന്നത്. അത്രയേറെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു മമ്മൂട്ടി. അദ്ദേഹം കുറച്ച് കാലമായി സിനിമയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വലിയ ആശങ്കയായിരുന്നു, വീണ്ടും സിനിമയിലേക്ക് വരില്ലേ, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ കളക്ടലായിട്ടുണ്ടോ, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്ക് ആശ്വാസമായി തന്നെ ഇപ്പോൾ മമ്മൂട്ടി മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട്. ചില അസുഖങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം മാറി. അതിന്റെ ടെസ്റ്റും ബാക്കി വിവരങ്ങളും ഒക്കെ വരുമ്പോൾ അദ്ദേഹത്തിന് റെസ്റ്റ് ഇനി മാത്രം മതിയാവും. ബാക്കി എല്ലാ അസുഖങ്ങളും നെഗറ്റീവായിട്ട് ഉണ്ട് എന്ന് തന്നെയാണ്, നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് ലഭിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ഒപ്പമുള്ളവർ പറയുന്നുണ്ട്. എന്നാലും ഒരുപാട് പ്രോജക്റ്റുകൾ അദ്ദേഹം പകുതി ആക്കി വെച്ചിട്ടാണ് പോയത്. ഈ മഹേഷ് സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ, അത് മമ്മൂട്ടി മോഹൻലാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഒന്നിച്ചെത്തുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിന്റെയൊക്കെ ഷൂട്ടിംഗ് പാതി വഴിയിൽ നിർത്തിയിട്ടായിരുന്നു അദ്ദേഹം ഈ ചികിത്സയ്ക്ക് വേണ്ടി പൂർണ്ണമായും ചെന്നൈയിലേക്ക് മാറിയത്. ഇനിയിപ്പോൾ അത് തിരിച്ചു വന്നതിന് ശേഷം അതിന്റെ ബാക്കി ഷൂട്ടിങ്ങുകൾ പൂർത്തിയാക്കണം, ചിത്രീകരണം പൂർത്തിയാക്കണം.
ഒപ്പം അദ്ദേഹം ചെയ്യാനിരിക്കുന്ന മറ്റ് പ്രോജക്റ്റുകളുടെ കാര്യങ്ങളിലുമൊക്കെ ഉടനെ തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കും. പക്ഷെ അത് ഡോക്ടറുടെ നിർദ്ദേശത്തിന് ശേഷം മാത്രമായിരിക്കും. കുറച്ച് ദിവസം കൂടി, കുറച്ച് നാളുകൾ കൂടി അദ്ദേഹത്തിന് വിശ്രമം വേണമെന്നാണ് ഡോക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും സജീവമാവുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതാണ് നാം ഈ സമയത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. പലപ്പോഴും പല ഇന്റർവ്യൂകളിലും ഒക്കെ യുവനടന്മാരും നടിമാരും ഒക്കെ എടുത്തു പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തെ മാതൃകയാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ, ഭക്ഷണം, അതൊക്കെ ക്രമീകരിക്കുന്നത് കണ്ടാൽ ഞെട്ടും എന്നാണ് പറയുന്നത്. പലർക്കും സാധിക്കാത്ത കാര്യമാണ്. പക്ഷെ കൃത്യമായി ഡയറ്റും കാര്യങ്ങളും ആരോഗ്യവും ഒക്കെ നോക്കിപ്പോയ ആളാണ്. അത് ഇവിടെ ഗുണം ചെയ്യുന്നുണ്ടെന്ന് തന്നെ മനസ്സിലാക്കണം അല്ലേ. ഒരു അസുഖം വരുന്നു, അത് ചികിത്സിക്കുന്നു, അത് പൂർണ്ണമായും ഭേദമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ആർക്കും മാതൃകയാക്കാവുന്ന ഒരു സിനിമാ താരം കൂടി ആവുകയാണ് മമ്മൂട്ടി. തീർച്ചയായും അശ്വതി. കാരണം നമ്മൾ പലപ്പോഴും ഈ ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് ഈ നമുക്ക് ബാധിക്കുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലൊക്കെ എപ്പോഴും സിനിമാ താരങ്ങളടക്കം റോൾ മോഡലാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മമ്മൂട്ടി. കാരണം അദ്ദേഹത്തിന്റെ എല്ലാ ഇന്റർവ്യൂകളിലും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എങ്ങനെയാണ് ഈ ഒരു സൗന്ദര്യം നിലനിർത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്രായം ഇത്രയായിട്ടും യുവത്വം നിലനിർത്തുന്നത് എന്ന ചോദ്യം ഇപ്പോഴും എല്ലാ ഇന്റർവ്യൂകളിലും അദ്ദേഹം നേരിടുന്ന ഒരു ചോദ്യമായിരിക്കും. അതിനെല്ലാം അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള ആഹാര രീതി, എക്സസൈസ്, മറ്റ് കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ എപ്പോഴും എടുത്തെടുത്ത് പറയുന്നതാണ്. ഒപ്പം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും പറയുന്ന കാര്യമാണ്. സെറ്റിൽ വരുമ്പോൾ പോലും അദ്ദേഹം ഒരുപാട് ഫുഡ് ഉണ്ടെങ്കിലും കഴിക്കാറില്ല. വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ഫുഡായിരിക്കും കൂടുതൽ കഴിക്കുക. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് സാധാരണ ആർക്കും തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലുള്ള ഡയറ്റ് പ്ലാനൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും ഒക്കെ അത്രയേറെ പ്രാധാന്യം നൽകി ആ രീതിയിലേക്ക് ചിട്ടയായ ഒരു ജീവിത ശൈലി തന്നെ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോൾ പോലും നമ്മൾ ആദ്യം ഒന്ന് ചോദിച്ചു, ഇത്രയും ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് എങ്ങനെ അസുഖം വരും എന്നൊക്കെ ചോദിച്ചുവെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിത ശൈലി തന്നെയാണ് ഇപ്പോൾ ആ ഫലങ്ങൾ വരുമ്പോൾ, ടെസ്റ്റിന്റെ ഒക്കെ ഫലം വരുമ്പോൾ അതിൽ നെഗറ്റീവ് ആണെന്ന് അറിയുന്നത് അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയും അദ്ദേഹത്തിൽ പിന്തുടർന്നുള്ള ജീവിത രീതികളും ആഹാര ശൈലികളും ഒക്കെ തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു അനുഗ്രഹമായി മാറുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് മലയാള സിനിമയ്ക്ക്, മലയാളികൾക്കൊക്കെ വലിയ ആശ്വാസവും സന്തോഷവും തരുന്ന നിമിഷം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആൻഡോ ജോസഫുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം വേളാങ്കണ്ണിയിലേക്ക് പോവുകയാണ്. കാരണം അത്രയേറെ പ്രാർത്ഥനയുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ ആരോഗ്യത്തിന്. ദൈവത്തിനെ കണ്ട് ഒന്ന് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് പോവുകയാണെന്നാണ് നമ്മൾ അവസാനമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മീറ്റിംഗിൽ വെച്ചും ആൻഡോ ജോസഫിനെ കണ്ടിരുന്നു. അപ്പോൾ മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു 2 ദിവസത്തിനുള്ളിൽ ഈ പരിശോധനാ ഫലം വരും. അത് അറിഞ്ഞതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ, തുടർ ചികിത്സ. എന്തായാലും അതിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു ശുഭാപ്തി വിശ്വാസം ആൻഡോ ജോസഫ് പങ്കുവച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഈ അമ്മ തെരഞ്ഞെടുപ്പിൽ വരുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ യാത്ര ചെയ്യാൻ പറ്റില്ല, അദ്ദേഹം വിശ്രമത്തിലാണ് എന്ന മറുപടിയും ഒക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്തു. ഇനി എന്തായാലും മമ്മൂട്ടി എന്നായിരിക്കും തിരിച്ച് ഷൂട്ടിംഗ് സെറ്റുകളിലേക്കും പിന്നീട് തിയേറ്ററിലും ഒക്കെ സജീവമാകുന്നതെന്ന് കാത്തിരിക്കുകയാണ് മലയാളികൾ. ഇപ്പോൾ ഈ വരുന്ന വാർത്ത അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രോഗവുമായി ബന്ധപ്പെട്ട് വളരെ